ഇമ്മ്യൂണിറ്റിയിൽ ഇൻഫ്ലമേഷനും ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേഷനും ഉണ്ട്. അപ്പം നമ്മൾ ഇപ്പോഴത്തെ ഈ ലേറ്റസ്റ്റ് ഈ തെറാപ്പീസ്, ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് ശരിക്കും ഇമ്മ്യൂണിറ്റിയിലെ ചില ഭാഗങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ടാണ്. നമുക്ക് ക്യാൻസറിൻ്റെ കാര്യം മാത്രം ഇത് ചെയ്താൽ മതി. പക്ഷെ നമ്മളുടെ തൈറോയിഡിനെയും കൂടെ പോയി ക്യാൻസർ സെല്ലിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിടുന്ന ഈ കാര്യങ്ങൾ, അതിലെ മോണോക്ലോണൽ ബോഡീസ് ആവാം, അല്ലെങ്കിൽ അങ്ങനെ പലതരം മെഡിസിൻസ് ഉണ്ട് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇത് പോയി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്യാൻസർ സെല്ലിനെ അറ്റാക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ പോയി നമ്മളുടെ തൈറോയിഡിൻ്റെ സെല്ലിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ അതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ക്യാൻസറിനെ ഫോക്കസ് ചെയ്ത് വിട്ടതാണ്, പക്ഷേ തൈറോയിഡിനെയും കൂടെ അറ്റാക്ക് ചെയ്യണം അതിൻ്റെ ഒപ്പം. അപ്പം അങ്ങനെ പല മെഡിസിൻസിനും ഉണ്ട്. ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ്, ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് വരാം. പിന്നെ അതിന് തൈറോക്സിൻ കൊടുത്താൽ അതിനൊരു പരിഹാരമാകുന്നില്ല, നമ്മുടെ തൈറോയിഡ് അവിടെ നശിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ആർത്രൈറ്റിസ് ജോയിൻറ്റിനെ ബാധിക്കാം. ജോയിൻറ്റിനെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ആർത്രൈറ്റിസ് ആണല്ലോ. അപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ആർത്രൈറ്റിസിനെ ഇൻഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഇതൊക്കെ തീർന്നു കഴിഞ്ഞിട്ടും ചിലരിൽ അതങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ചിലരിൽ അത് ചിലപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് കോഴ്സൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും തന്നെ ഡിസ്പെയർ ചെയ്യാം. അത് ഡിപ്പെൻസ് ഓൺ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം റിക്കവർ ചെയ്യാനുള്ള കഴിവ്. അപ്പോൾ അതും നമ്മൾ ഇപ്പം ഞാൻ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസിന്, ആമവാതം പോലെയുള്ളതിനൊക്കെ വളരെ ഇഫക്റ്റീവാണ് ഈ സെൽ ആക്ടിവേഷൻ പ്രോട്ടോക്കോൾ വെച്ചിട്ടുള്ള ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ. അപ്പം അങ്ങനെ ഇതിലുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വന്നിട്ടുണ്ട്, യൂഷ്വലി ഈ ഇമ്മ്യൂണോതെറാപ്പിയൊക്കെ ഒരു ലിമിറ്റഡ് ഡോസേ എടുക്കാറുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂഷ്വലി നിർത്തുകയാണ് ചെയ്യുന്നത്. കാരണം ഈ നമ്മൾ ഒരുതരം ഭൂതത്തെ തുറന്നു വിടുന്നത് പോലെയാണ്. കാരണം നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഒരു പരിധി കവിഞ്ഞ് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടൊരു ലിമിറ്റഡ് ഡോസേ എടുക്കാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് കുറയുന്നില്ലെന്നുണ്ടെങ്കിൽ, ആ സിംറ്റംസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി, അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ ക്യാൻസർ വന്നിട്ടുള്ളവർ ഈ ഒരു ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഡെഫിനറ്റ്ലി അത് അത്യാവശ്യമാണെന്നുള്ളതാണ്. കാരണം അത് ജോയിൻറ്റിനെയും ഒക്കെ ബാധിച്ച് അത് കൂടുതൽ പ്രോബ്ലംസിലേക്ക് പോകാം. പിന്നെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും വരാം. അത് നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ക്യാൻസർ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തെറ്റിയിരിക്കുകയാണ്. അപ്പോൾ ക്യാൻസർ റെക്കറൻസിനുള്ള സാധ്യതയും കൂടും. സെയിം ക്യാൻസർ വരാം, അല്ലെങ്കിൽ വേറെ ക്യാൻസർ വരാം. സോ ഡെഫിനറ്റ്ലി ഒരു സീരിയസ് ആയിട്ട് തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ കറക്ഷനെ കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. ഒരു സയൻറ്റിഫിക്കലി, ജസ്റ്റ് സെൽഫ് നോക്കിയതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല കറക്റ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. പക്ഷേ ഡെഫിനറ്റ്ലി ദേ നീഡ് സയൻറ്റിഫിക്കലി മോണിറ്റേർഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.